ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി പട്ടിക അന്തിമമാക്കാൻ CPM സംസ്ഥാന നേതൃയോഗങ്ങൾ ചേരും. രാവിലെ സംസ്ഥാന സെക്രട്ടേറിയറ്റും ഉച്ചയ്ക്ക് ശേഷം സംസ്ഥാന കമ്മിറ്റിയുമാണ് ചേരുക. ജില്ലാ ഘടകങ്ങളിലെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പരിഗണിച്ച് സംസ്ഥാന സെക്രട്ടേറിയറ്റ് പട്ടിക അന്തിമമാക്കുക എറണാകുളം, പൊന്നാനി, മലപ്പുറം സീറ്റുകളിലെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിലാണ്. ഇനിയും ധാരണ രൂപപ്പെടാനുള്ളത്. ആർ ശ്രീജിത്ത് ചേരുന്നു. നമുക്കൊപ്പം ആർ ശ്രീജിത്ത്, ഇന്ന് ഉച്ചയോടുകൂടി ഒരു ചിത്രം തെളിയുമോ? ചുരുങ്ങിയത് മലപ്പുറത്ത്, പൊന്നാനിയിൽ, എറണാകുളത്ത്. അരുൺ, ഉച്ചയോടുകൂടി CPM സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ച ഒരു അന്തിമ ചിത്രം തെളിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രാവിലെ 10 മണിക്ക് ചേരുന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ജില്ലകളിൽ നിന്ന് വന്ന നിർദ്ദേശങ്ങളും ചർച്ചകളും കൂടി വിലയിരുത്തിക്കൊണ്ടുള്ള ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തും. ഏറ്റവും പ്രധാനമായി ഒരു ഒറ്റപ്പേരിലേക്ക് ഇനി എത്താനുള്ളത് 3-4 മണ്ഡലങ്ങളാണ്. ചാലക്കുടിയിൽ ഇപ്പോഴും BD ദേവസ്വയുടെയും സാജു പോളിന്റെയും പേരുണ്ട്. C രവീന്ദ്രനാഥിനെ അവിടെ പരിഗണിച്ചെങ്കിലും അദ്ദേഹം മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് അറിയിക്കുകയായിരുന്നു. എറണാകുളത്തും ഒരൊറ്റ പേരിലേക്ക് എത്തിയിട്ടില്ല. പാർട്ടി സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നതെങ്കിൽ മാത്രം ലത്തീൻ കത്തോലിക്ക വിഭാഗത്തു നിന്നുള്ള ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയായ യേശുദാസ് പറപ്പള്ളിയുടെ പേര് പരിഗണിക്കുന്നു. പൊന്നാനിയിൽ യുവ നേതാക്കളെ മത്സരിപ്പിച്ചാൽ വിജയം അനുകൂലമാകും എന്നുള്ള പ്രതീക്ഷയുണ്ട്. അത് കണക്കിലെടുത്ത് V വസീഫ്, VP സാനു തുടങ്ങിയവരുടെ പേരുകളും പൊന്നാനിയിൽ പരിഗണിക്കുന്നു. മലപ്പുറത്ത് ഇപ്പോൾ ജില്ലാ സെക്രട്ടറി അംഗം അബ്ദുള്ള നവാസിന്റെ പേരാണ് ഏറ്റവും സജീവമായി പരിഗണിക്കുന്നത്. മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് വന്നാൽ ആറ്റിങ്ങലിൽ V ജോയി മത്സരിക്കുമെന്ന് ഉറപ്പാണ്. ആറ്റിങ്ങലിൽ V ജോയിയുടേതല്ലാതെ മറ്റൊരു പേരില്ല. കൊല്ലത്ത് M മുകേഷ് മത്സരിക്കുമെന്ന് ഉറപ്പാണ്. പത്തനംതിട്ടയിൽ ഡോക്ടർ TM തോമസ് ഐസക്കും, ആലപ്പുഴയിൽ സിറ്റിംഗ് MP AM ആരിഫും, ഇടുക്കിയിൽ ജോയ്സ് ജോർജും മത്സരിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. കോഴിക്കോട് എളമരം കരീമിന്റെയും വടകര KK ശൈലജയുടെയും കണ്ണൂരിൽ MV ജയരാജന്റെയും പേരാണുള്ളത്. കാസർഗോഡ് മണ്ഡലത്തിൽ കാസർഗോഡ് ജില്ലാ ഘടകം നിർദ്ദേശിച്ചിരിക്കുന്നത് അവിടുത്തെ ജില്ലാ സെക്രട്ടറിയായ MV ബാലകൃഷ്ണൻ മാസ്റ്ററുടെ പേരാണ്. എന്നാൽ TV രാജേഷിന്റെ പേര് കൂടി അവിടെ പരിഗണിച്ചിരുന്നു. എന്തായാലും കണ്ണൂർ ജില്ലാ കമ്മിറ്റി കൂടിയുടെ അഭിപ്രായം കൂടി തേടേണ്ട വിഷയമായിരുന്നു അത്. കാരണം 2 ജില്ലകളിലായി പരന്നു കിടക്കുന്ന മണ്ഡലമാണ് കാസർഗോഡ്. കണ്ണൂർ ജില്ലയിലെ കല്യാശ്ശേരി, പയ്യന്നൂർ മണ്ഡലങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ വോട്ടിന് ഭൂരിപക്ഷം വരേണ്ട മണ്ഡലങ്ങൾ കൂടിയാണ് ഈ 2 മണ്ഡലങ്ങളും. കണ്ണൂരിന്റെ കൂടി അഭിപ്രായം പരിഗണിച്ച് അതുകൂടെ വിലയിരുത്തിയായിരിക്കും കാസർഗോഡിന്റെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് വരിക എന്നും കരുതുന്നു. എന്തായാലും ഉച്ചയോടുകൂടി ഒരു സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ച അന്തിമ ധാരണ രൂപപ്പെടും. നമുക്ക് ഉച്ചയോടുകൂടി പ്രേക്ഷകർക്ക് ഒരു സമഗ്ര ചിത്രം കൊടുക്കാം. CPM സ്ഥാനാർത്ഥികളെ നിർത്തുന്ന മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണ്? അതിൽ പ്രത്യേകിച്ചും എറണാകുളം, മലപ്പുറം, പൊന്നാനി ഈ 3 ഇടങ്ങളിലും സ്വതന്ത്ര സ്ഥാനാർത്ഥികളാകുമോ എത്തുക? അങ്ങനെയാണെങ്കിൽ പ്രമുഖരെ രംഗത്തിറക്കാൻ സാധ്യതയുണ്ടോ? അവസാനവട്ട ചർച്ച ഇന്നിപ്പോൾ നടക്കും. CPM സംസ്ഥാന കമ്മിറ്റിയും സംസ്ഥാന സെക്രട്ടേറിയറ്റും ഇന്ന് ചേരുന്നുണ്ട്. ഉച്ചയോടുകൂടി നമുക്ക് ഈ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തിക്കാം.